ഹായ് എവരി വൺ, എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം, ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ 3 തരം പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഉണ്ണിയപ്പം, പഴംപൊരി, പരിപ്പുവട ഇതൊക്കെയാണ്. അപ്പോൾ ആ പരിപ്പുവട ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയപ്പം മൈദ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണല്ലോ. മൈദപ്പൊടി, അരിപ്പൊടി, റവ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ്. അതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ചു, ഒരു 3 പഴം മിക്സിയിലടിച്ച് അത് ചേർത്തു. പിന്നെ അതിലേക്ക് തേങ്ങ നെയ്യിൽ വറുത്തിട്ട് അത് കുറച്ച് ചേർത്തു. എള്ള് എനിക്ക് കിട്ടിയില്ല, അപ്പോൾ എള്ള് ഇട്ടില്ല. കുറച്ച് ഉപ്പ് പൊടി ചേർത്തു. നല്ലപോലെ മിക്സൊക്കെ ചെയ്തിട്ട് അതൊരു ഹാഫ് അവർ വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, ഈസി ആണല്ലോ. അപ്പോൾ അത് എന്തായാലും ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. 3 തരം ഒരു പലഹാരം ആണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. ഉണ്ണിയപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഗോതമ്പ് പൊടി വെച്ചും ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് പരിപ്പുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പരിപ്പുവട ഇവിടെയൊക്കെ വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നമ്മൾ എന്തിനു കഷ്ടപ്പെടുന്നു, വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാമല്ലോ. കുറച്ച് പരിപ്പെടുത്ത് കുതിർത്ത് അതിലേക്ക് അത് മിക്സിയിൽ അരച്ച് അതിൽ ആവശ്യത്തിന് പച്ചമുളക്, ക്രഷ്ഡ് ചില്ലി, സവാള ആൻഡ് സോൾട്ട് ഇതൊക്കെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് പരത്തി എടുക്കുന്നതാണ്. കട്ടി കുറച്ചിട്ടല്ല, കുറച്ച് കനത്തിലാണ് പരത്തി എടുക്കുന്നത്. എന്നിട്ട് അതിൽ നല്ലൊരു ഹോളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ എണ്ണയൊക്കെ അതിൽ വന്ന് കിടന്ന് നമ്മുടെ പരിപ്പുവടയുടെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പരിപ്പുവട അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്, പരത്തിക്കൊണ്ടിരിക്കുന്നു. ചിലതൊക്കെ പൊടിഞ്ഞു പോയി, ഞാനത് ശരിക്കാക്കി സെറ്റാക്കി എന്നിട്ട് ആ പാനിലേക്ക് ഇട്ട് അതവിടെ പൊരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹായ്, നമ്മുടെ പരിപ്പുവട അടിപൊളിയായിട്ട് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കണ്ടില്ലേ എൻ്റെ പരിപ്പുവട? അപ്പോഴേക്കും നോക്കിയപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സൈഡ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ വശത്തേക്ക് അത് തിരിച്ചിടുകയാണ്. തിരിച്ചിടുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. എനിക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. എണ്ണ കയ്യിൽ തെറിച്ച് ഒരുപാട് പൊള്ളലൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഭയങ്കര പേടിയോട് കൂടിയിട്ടാണ് ഞാനതൊക്കെ തിരിച്ചിടുന്നത്. കണ്ടില്ലേ, ഉണ്ണിയപ്പം സുന്ദരകുട്ടപ്പന്മാരായിട്ടിരിക്കുന്നു. അതുപോലെ പരിപ്പുവട വെന്ത് വന്നിരിക്കുകയാണ്. ഒരു സൈഡ് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്, ഒരു സൈഡ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഡാർക്കാവാണ്ട്. പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ടായിരുന്നു. അതാണ് നല്ലൊരു കളർ വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത്ര കളർ പരിപാടിക്ക് വരാൻ ഒരു വഴിയുമില്ല മക്കളെ, ഒരു വഴിയുമില്ല. അപ്പോൾ ആ ഉണ്ണിയപ്പം ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്ന നല്ല ചൂടോടെയുള്ള ചായയുടെ കൂടെ ഉണ്ണിയപ്പം. ഹായ്, വാവ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മടിച്ചിരിക്കാതെ എല്ലാ വീട്ടമ്മമാരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ മക്കൾക്ക് കടയിൽ നിന്നും വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇതിൽ സോഡാപ്പൊടി ഒരു പൊടിയും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. സാദാ മാവും അതുപോലെ പഴം ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല നല്ല ഗുണ്ടുമണി പോലെ ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ? പിന്നെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. കടിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് കണ്ടിട്ട്? അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അപ്പോൾ നിങ്ങൾക്കും കഴിക്കാം. അപ്പോൾ അതായിട്ടുണ്ട്, ആയി വന്നിട്ടുണ്ട്. ഞാനത് കോരി എണ്ണയൊക്കെ ഒന്ന് തോർത്തി കിട്ടാൻ വേണ്ടി അതിലിട്ടു. എന്നിട്ട് അത് റെഡിയാക്കി. അപ്പോഴേക്കും നമ്മുടെ പഴം ഇവിടെ വാടി വിളിക്കുകയാണ്, എന്നെ നിങ്ങൾ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പഴം മാവിൽ മുക്കിയിട്ട്, ഞാനിത് ഗോതമ്പ് പൊടിയാണ്ടാണ് കേട്ടോ പഴം പൊരി ഉണ്ടാക്കിയത്. മൈദ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ഞാൻ ഗോതമ്പ് പൊടി കൊണ്ടാണ്, അതിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. പഴംപൊരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. പല പല നല്ല ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. വേണമെങ്കിൽ കുറച്ച് ഏലക്കായ പൊടിച്ചിടാം, പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല. വേണമെങ്കിൽ എള്ളിടാം, പക്ഷേ ഇട്ടിട്ടില്ല. പക്ഷേ എങ്കിലും വളരെ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പഴംപൊരി. കണ്ടില്ലേ, പഴംപൊരിയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈവനിങ് സ്നാക്സാണ്, കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, പഴംപൊരി ചൂടോടെ. അങ്ങനെ നമ്മുടെ പഴംപൊരിയും പരിപ്പടയും ഉണ്ണിയപ്പവും റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബായ്. എല്ലാവരോടും കൂടെ പറയുന്നു കേട്ടോ.